ഒരുപക്ഷെ മാർക്ക് കുറഞ്ഞവരോടാണ് തോറ്റുപോയവരാണ്. തോറ്റുപോവുക എന്ന് പറഞ്ഞത് നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ നിശ്ചിത മാർക്ക് എത്താതായി കഴിഞ്ഞപ്പോൾ, ആ ഒരു കട്ട് ഓഫ് എത്താതായി കഴിഞ്ഞപ്പോൾ പറയുന്ന തോൽവിയാണ്. അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ തോൽവിയല്ല. എനിക്കറിയാം നിങ്ങളുടെ പ്രയാസം. ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. മാർക്ക് വിചാരിച്ചത്ര കിട്ടാതായപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കലും അടയില്ല എന്നറിയാം. ഭക്ഷണം ഇന്ന് രാവിലെ നിങ്ങൾ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്, പക്ഷേ ഭക്ഷണം ആസ്വദിച്ചാണ് നിങ്ങൾ കഴിക്കുന്നത് അല്ല എന്നും എനിക്കറിയാം. അതായത് നിങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് കുട്ടികളെയും അതുപോലെ എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ആളുകളെയൊക്കെ എനിക്കറിയാം. പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയത്ത് കളിച്ചിരിയോട് കൂടി നടന്ന പല ആളുകളുടെയും കളിച്ചിരികൾ അവസാനിച്ചത്, മുഖത്തുള്ള ആ ഒരു പ്രസരിപ്പ് അവസാനിച്ചതൊക്കെ നമുക്കറിയാം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മുഖത്തെ പ്രസരിപ്പ് മാഞ്ഞുപോയി, കസിൻസിന്റെ മുന്നിലൊക്കെ തല ഉയർത്തി കളിച്ചിരിയോടുകൂടി നടന്ന ഫണ്ണൊക്കെ പറഞ്ഞു നടന്ന നിങ്ങളുടെ ആ ഫണ്ണൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? പക്ഷെ ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് അതൊന്നും ഇല്ലാതാവുമ്പോൾ ഒരുപക്ഷെ വിഷമിക്കുന്നടാ. പാരൻസ് ചിലപ്പോൾ രണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ റിസൾട്ടൊക്കെ വന്നപ്പോൾ പഠിക്കണ സമയത്ത് പഠിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു പഴയ തുള്ളിച്ചാട്ടവും പഴയ വർത്താനം പറച്ചിലൊക്കെ തന്നെയാണ് അവരാഗ്രഹിക്കുന്നത്. എവിടേക്കോ ഒരു മൂഡ് ഓഫ് ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾക്ക്? എത്രയൊക്കെ നിങ്ങൾ ഉയർത്തെഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇന്നലത്തെ ആ റിസൾട്ട് ആലോചിക്കുമ്പോൾ വേണ്ടില്ലായിരുന്നു, പഠിച്ചാൽ മതിയായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഒറ്റ കാര്യം മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരു മാസം സമയമുണ്ട്. നിങ്ങളുടെ സേ എക്സാം ആവട്ടെ, ഇംപ്രൂവ്മെന്റ് എക്സാം ആവട്ടെ, നിങ്ങൾക്ക് വരുന്ന ജൂൺ 28 മുതൽ ജൂലൈ 3 വരെയാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്. എക്സാമിന്റെ ഇടയിൽ വളരെ ഗ്യാപ്പുകളൊന്നുമില്ല. ഇനി നിങ്ങളോട് പറയുന്നു, ഒരൊറ്റ മാസം പഠിക്കാനുള്ളത് തന്നെ ഉള്ളൂ. ഓൾറെഡി നിങ്ങൾ പഠിച്ചവരാണ്, പക്ഷെ എവിടേക്കോ ഒരു പാളിച്ച പറ്റിയപ്പോൾ മാർക്ക് കുറഞ്ഞു, തോറ്റുപോയി. ജീവിതത്തിൽ തോറ്റുപോയിട്ടില്ല. ജീവിതത്തിൽ തോൽക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും ഒരു അവസരം ഉണ്ടാവുമ്പോൾ ആ അവസരവും നിങ്ങൾ എത്തിപ്പിടിക്കാതെ ആ അവസരം കൈവിട്ട് പോകുന്നത് മുന്നിലൂടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതാണടാ തോൽവി. അവിടെയാണ് നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. ഇതൊരു പക്ഷെ കട്ട് ഓഫ് മാർക്കിലേക്ക് എത്താത്തതാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് മുന്നിൽ വന്ന ഒരു അവസരമാണ്. എജുപോർട്ട് അത് ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. അത് അവസരമല്ല, ഔദാര്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന കേരളത്തിലെ ഫെയിലായ മക്കളെ, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു മാസം കൃത്യതയോടെയുള്ള ക്ലാസ് കൊടുക്കാൻ വേണ്ടി ഒരു സബ്ജക്റ്റിന് 999 രൂപയാണ് മക്കളെ. ഇത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, വീണ്ടും ഇവർ ഫീസ് കൊണ്ട് വന്നു. 999 രൂപ നിങ്ങൾക്ക് ഒരു മാസത്തെ കൃത്യമായിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ തരാൻ പോകുന്നത്. കൃത്യമായിട്ടുള്ള സൂം ലൈവ് സെഷനുകളാണ് തരാൻ പോകുന്നത്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ആണ് തരാൻ പോകുന്നത്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആണ് തരാൻ പോകുന്നത്. കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. താല്പര്യമുള്ളവർ എന്നല്ല, ജീവിതത്തിൽ ഇനിയും നിങ്ങളുടെ ആ പഴയ പ്രസരിപ്പ്, പഴയ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഫണ്ണിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഉഷാറിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചേ മതിയാവുള്ളൂടാ. ഞാനിത് ഒരു ഇമോഷനോട് കൂടിയാണ് ഞാൻ തുടങ്ങിയതെങ്കിൽ പോലും എൻ്റെ പറയുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് എനിക്കിങ്ങനെ അറിയാം നിങ്ങളുടെ ഫീൽ എന്താന്നുള്ളത്. ഞാൻ നിങ്ങളെ മുഴുവൻ അവസാനിപ്പിക്കുകയാണിത്. മക്കളെ, ജയിക്കണോടാ, ജയിക്കണം. ജയിക്കാതെ ആരും മുന്നിലും തല കുനിക്കാനുള്ളതല്ല. എവിടെങ്കിലൊക്കെ എന്തെങ്കിലും ജോലി എടുക്കുക. നമ്മുടെ പാരൻസ് ഒക്കെ അങ്ങനെ ജോലി എടുത്തവരാണ്. എന്തെങ്കിലുമൊക്കെ ജോലി. ഞാനൊക്കെ എൻ്റെ ദിവസം ഞാൻ എണീക്കുന്നത് എൻ്റെ പാരൻസിന്റെ ജോലി കണ്ടിട്ടാണ്. വിഷമമുണ്ടായിട്ടുണ്ട് അതിൽ. അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ച പഠിച്ചുകൊണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. പലരോട് ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോവാം, അല്ലെങ്കിൽ വീട്ടിലിരിക്കാം. നിങ്ങൾക്ക് ഒരിക്കലും അത്തായം മുടങ്ങൂല, പട്ടിണി കിടക്കൂല, നിങ്ങളുടെ സുഖങ്ങൾ നഷ്ടപ്പെടില്ല എന്ന് ഒറ്റ വാക്ക് പറഞ്ഞത് പഠിച്ചിവിടം വരെ എത്തിയോണ്ടാണ്. റെഡി ആവണം, നിങ്ങൾ റെഡിയാവും. നിങ്ങൾ ചെയ്യേണ്ടത് കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തോളൂ. നമ്മൾ ഈ ഒരു മാസം സെറ്റാക്കി തരും മക്കളെ. റിസൾട്ട് വരുമ്പോഴേക്കും കോളേജിൽ എല്ലാവരും പോകുന്നത് പോലെ നിങ്ങൾക്കും പോകാൻ പറ്റും. ഹയർ സ്റ്റഡീസിന് പോകാൻ കഴിയട്ടെ, ആശംസിക്കുകയാണ്. കൂടെ തന്നെയുണ്ട്. ഒരിക്കൽ പോലും നിങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ല, ഒരു തോൽവിക്കും വിട്ടുകൊടുക്കില്ല, ചേർത്ത് നിർത്തും. താങ്ക് യു.